ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നാത്തൂനും ഞാനും കൂടി പോകുന്ന ഒരു മിനി ഷോപ്പിംഗ് ഡേ വ്ളോഗാണിത്. സോ ഞങ്ങൾ പോകുന്നത് മെട്രോയിലാണ്. പേട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറി ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത് MG റോഡിലാണ്. ഞങ്ങൾ ആദ്യത്തെ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുന്നത് റെഡിമെയ്ഡ് ഡ്രസ്സസ് ആണ്. ഈ ഫ്ലോറിൽ വെസ്റ്റേൺ റെഡിമെയ്ഡ് ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഷൂസും സാൻഡൽസ് സ്ലിപ്പേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. ഇവിടെയാണ് എത്നിക് വെയർ ഉള്ളത്. അപ്പോൾ അവിടെ നോക്കുകയാണ്. സോ ഞങ്ങൾ നോക്കുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അതാണ് ഡ്രസ് കോഡ്. സോ ആ ഡ്രസ് കോഡിൻ്റെ ഒരു കളറാണ് തപ്പി നടക്കുന്നത്. ഈ പേസ്റ്റൽ ബ്ലൂവിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കളറായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. പല ഷെയ്ഡ്സിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റ് ഏതാ ഷെയ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു ഷെയ്ഡ് തപ്പി പോവാം. വെസ്റ്റ് സൈഡിൽ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷീമാർട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ആകുമ്പോൾ നമുക്ക് എത്നിക്കും കൂടി കുറച്ചുകൂടിയും കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. ഷീമാർട്ടിയിൽ കിട്ടാതെ ഞങ്ങൾ പണ്ടത്തെ കടയാണ് വ്യൂ ഡ്രോപ്പ്. കുറേ വർഷങ്ങളായി ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ നിന്നും ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതേസമയം നമ്മുടെ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. പക്ഷേ വിശപ്പ് മാത്രം നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ MG റോഡിൽ തന്നെ ഉള്ള മെക്ഡയിൽ വന്നു. ഇപ്പോൾ ഇനി ഭക്ഷണമെങ്കിലും മര്യാദ. ഞങ്ങൾ ഈ പോയ സ്ഥലത്തൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, കളർ കറക്റ്റ് ആയിരിക്കണം, ഒക്കേഷന് പറ്റിയതായിരിക്കണം, അങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും ഒത്തുവരുന്നൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല. സോ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു എന്നാൽ ഇനി സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം, ഏതെങ്കിലും അർജൻറ്റ് സ്റ്റിച്ചിങ് കിട്ടുന്ന സ്ഥലത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പരാഗിൽ വന്നേക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കളറും കിട്ടിയിട്ടോ. കുറേ 2-3 ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഈ മെറ്റീരിയലാണ് രേഷ്മ എടുത്തത്. ഇത് വെച്ചിട്ടൊരു കഫ്താൻ തയ്പ്പിക്കാനായിരുന്നു. പക്ഷേ പ്രോബ്ലം ഇത് നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ഗ്രീനിഷ് ടച്ച് ഉണ്ടായിരുന്നു, ഒരു ടിൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് കഴിയുമ്പോൾ നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് ഷോൾ വാങ്ങിച്ചിട്ടു. എനിക്കൊരു പാകിസ്ഥാനി ഷോൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഒരു മൾട്ടി കളർ ഷോളും വാങ്ങിച്ചു. മെറ്റീരിയലുമായിട്ട് ഞങ്ങളിതാ നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അതിൻ്റെ നാത്തൂനിപ്പോൾ തേർഡ് ടൈം മൂക്ക് കുത്താൻ പോവാണ്. തേർഡ് ടൈം എന്ന് പറഞ്ഞത് മുമ്പ് കുത്തിയത് അടഞ്ഞുപോയി, പിന്നെ ഒരു പ്രാവശ്യം കുത്തിയത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. സോ അത് കാരണം ഒന്നിപ്പഴിച്ച 3 എന്നാണല്ലോ. സോ ഇപ്രാവശ്യം ഒന്നല്ലെങ്കിൽ ശരിയാവും അല്ലെങ്കിൽ ഇതോടെ നിർത്തും എന്ന തീരുമാനത്തിലാണ്. ആൾക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇന്ന് കുത്താം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. ചേരുന്നത് ചെറുതാണ്, പക്ഷെ അത് ഭയങ്കര ഉള്ളിലേക്കുള്ള ജയിലില്ല. ടെൻഷനുണ്ടോ? മൂന്നാമത്തെ അതെ, ഒന്നിൽ പഴിച്ചാൽ 3 എന്നാണ്. അപ്പോൾ ഏതാണ് നോക്കി വെച്ചേക്കുന്ന ഇറങ്ങി റിങ്ങാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. അറ്റ് ലാസ്റ്റ് സക്സസ് ആയി. സോ ഒരു സ്റ്റഡ് വെച്ചിട്ടാണ് കുത്തിയത്. കുത്തിയ സ്റ്റഡ് വെച്ചിട്ടല്ല കേട്ടോ, കുത്തിയത് ഒരു ചെറിയൊരു ആണി പോലെ ഒരു സാധനം വെച്ചിട്ട്, എന്നിട്ട് സ്റ്റഡ് മൂക്കുത്തിയാണ് വെച്ചത്. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോഴാണ് കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ റിങ്ങിനെക്കാട്ടിലും ഇപ്പോൾ സ്റ്റഡിനോടായി ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ റിങ് പ്ലാൻ മാറ്റി സ്റ്റഡ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റഡിൻ്റെ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഇന്ന് സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ മെറ്റീരിയൽ എടുത്തു, മൂക്ക് കുത്തി, പിന്നെ കുറച്ച് ഷോൾ എടുത്തു. ഇനി എനിക്കുള്ള ഡ്രസ്സും കൂടെ എടുക്കാനുണ്ട്. അത് തൃപ്പൂണിത്തുറയല്ലല്ലോ,
അത് മരട് ഉള്ളൊരു ബൊട്ടീക്കുണ്ട്. അപ്പോൾ അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ സ്റ്റിച്ച് ചെയ്യാനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഫുൾ ഓവർ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.